കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ഹോസ്റ്റൽ റൂമിലേക്ക് താമസം മാറ്റാനായി തൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സുഭാഷും ഹരീഷും കൂടെ പുറത്തു നിന്നും ഹാളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടനും നികേഷും ഒന്നും മിണ്ടാതെ താഴേക്ക് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. വളരെ ടെൻഷനോട് കൂടിയാണ് അവർ ഇരിക്കുന്നത്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ സുഭാഷ് അതിന് മറുപടി ഒന്നും തന്നെ പറയുന്നില്ല. ഉടനെ തന്നെ ഹരീഷ് നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ നികേഷേ, എന്ത് പറ്റിയടാ, എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്, വളരെ ടെൻഷനോട് കൂടിയാണല്ലോ ഇരിക്കുന്നത്, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ നികേഷ് ഓടിച്ചെന്ന് സുധീഷിൻ്റെ ഷർട്ടിന് പിടിച്ച് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് സമാധാനമായല്ലോ, എൻ്റെ ഏടത്തി ഇവിടെ നിന്നും പോവാണ്. ഇത് കേട്ടതും രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. ഉടനെ തന്നെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താണ് നികേഷ് നീ പറയുന്നത്, അവർ പോവുകയാണെന്നോ, എങ്ങോട്ട് പോകുന്നു എന്നാണ് നീ പറയുന്നത്? അതിന് മറുപടി പറയുന്നത് സുഭാഷാണ്. സുഭാഷ് പറയുന്നുണ്ട്, ആ കുട്ടി ഹോസ്റ്റൽ റൂമിലേക്ക് താമസം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ആ കുട്ടിയോടൊപ്പം താമസിക്കുന്ന ഒരു ദിവ്യ പറഞ്ഞിട്ടുള്ളൊരു അവളുടെ ഫ്രണ്ട്, ആ ഫ്രണ്ട് ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അവളോടൊപ്പം താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് താമസം മാറുക എന്നാണ് പറയുന്നത്. ഇത് കേട്ട് നികേഷ് സുധീഷിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ ചേട്ടാ, അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിച്ച് വരികയായിരുന്നു, എല്ലാം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇത് കേട്ടിട്ട് സുധീഷിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എടാ നികേഷ്, നീ എന്തായി പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എല്ലാം സംഭവിച്ചു പോയി. പെട്ടെന്ന് സുധീഷ് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുഭാഷ് ചേട്ടാ, ഇവൻ എന്തൊക്കെയായി പറയുന്നത്, നിധി പോകുന്നു എന്നോ, അങ്ങനെ പോവാൻ സമ്മതിക്കരുത് ചേട്ടാ, ചേട്ടൻ അവളെ തടഞ്ഞു നിർത്തണം. ഇത് കേട്ടത് സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാണ് അവളെ നിർത്തേണ്ടത്, ഇത്രയും നാൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവൾക്ക് ഇവിടെ ജീവിക്കാൻ, അവൾ സേഫാണെന്ന് അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു അവൾക്ക്. ആ വിശ്വാസമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. അത് ഇനി തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് നീ പറയുന്നത്? ഞാൻ എന്താണ് അവളോട് പറയേണ്ടത്? ഞാൻ എന്ത് വിശ്വാസത്തിലാണ് ആ കുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തുക? എന്നാൽ ഇതൊക്കെ കേട്ട് സുധീഷ് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയം റൂമിൽ നിന്നും നിധി തൻ്റെ ബാഗും എടുത്ത് വളരെ വിഷമത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാൻ പോവാണ്. എന്നാൽ സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നികേഷ് പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിധിയോട് പറയുന്നുണ്ട്, എടുത്തി പോവരുത്, പ്ലീസ് എടുത്തി, ചേട്ടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, എടുത്തി വീട് വിട്ട് പോവാൻ പാടില്ല എന്നിങ്ങനെ കെഞ്ചുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എടാ നികേഷേ, നീ കരയല്ലേ, നീ കരഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമമാവും, അതുകൊണ്ട് നീ കരയരുത്. പക്ഷെ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കാണാൻ വരാം, നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ടും വരാം, പക്ഷേ നീ എന്നോട് ഇവിടെ നിന്ന് പോകരുത് എന്ന് മാത്രം പറയരുത് എന്നിങ്ങനെ നിധിയും പറയുകയാണ്. എന്നാൽ നിധിയുടെയും നികേഷിൻ്റെയൊക്കെ ഈ സങ്കടം കണ്ടിട്ട് സുഭാഷ് നമ്മുടെ നികേഷിനോട് പറയുന്നുണ്ട്, അവൾ പോട്ടടാ, അവൾ പോട്ടെ, ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഒട്ടും ശരിയല്ല, അതിനുള്ള അവകാശവും നമുക്കില്ല, അതുകൊണ്ട് ആ പെൺകുട്ടി പോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് സുഭാഷ്. എന്നാൽ ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നികേഷ്. പെട്ടെന്ന് സുധീഷ് വളരെ വിഷമത്തോടു കൂടി നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിധി, ഞാനൊരു തെറ്റ് ചെയ്തു, അത് ശരി തന്നെയാണ്, ഞാൻ അതിനെ മാപ്പ് ചോദിക്കുന്നു, പക്ഷേ ആ തെറ്റിൻ്റെ പേര് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പാടില്ല, നീ ഇവിടെ ഇരിക്കണം, നീ ഇവിടെയാണ് താമസിക്കേണ്ടത്, നിനക്ക് പകരം ഞാൻ ഇവിടെ നിന്നും പോയിക്കോളാം, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എവിടെ പോകാനും തയ്യാറാണ്, ഞാൻ ഈ വീട്ടിലേക്ക് വരികയില്ല എന്നിങ്ങനെ പറയാണ്. നിർത്ത്, നീ ഇനി ഡ്രാമ കളിക്കണ്ട, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ഈ വീട്ടിൽ നിന്നും പോവാനായിട്ട് തീരുമാനിച്ചു, പോയേ തീരൂ എന്ന് വളരെ ശക്തമായി തന്നെ നിധി പറയുന്നുണ്ട്. വീണ്ടും സുധീഷ് പറയുന്നുണ്ട്, പ്ലീസ് നിധി, നീ പോവരുത് പ്ലീസ്, ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല, ഞാൻ നിനക്ക് വാക്ക് തരികയാണ് എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ സുധീഷേ മിണ്ടാതിരിക്കെ, ആ കുട്ടി പോട്ടെ എന്ന് പറയുമ്പോൾ സുധീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ എന്താ സുഭാഷ് ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ ഇവിടെ നിന്ന് പോവാനോ, എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല, സുഭാഷ് ചേട്ടൻ അവളോട് പറയേ ഇവിടെ നിന്നും പോണ്ടാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ നിർബന്ധിക്കുകയാണ്. എന്നാൽ സുഭാഷ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. പ്ലീസ് നിധി പോവരുതെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പെട്ടെന്ന് ചെന്ന് നിധിയുടെ കയ്യിലുള്ള ബാഗങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ്. ഉടനെ തന്നെ നിധി പറയുന്നുണ്ട്, ദേ വേണ്ട, നിൻ്റെ ഡ്രാമ ഇന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നിന്നും എന്തായാലും പോവും, ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് തിരികെ നിധി വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട്
മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ഉടനെ തന്നെ സുഭാഷ് ഏട്ടനും പിറകെ ചെല്ലുന്നുണ്ട്. മോളെ, ഞാൻ നിന്നോടൊപ്പം വരാം. ഈ രാത്രിയിൽ നീ തനിച്ച് പോവണ്ട. ഹോസ്റ്റലിലേക്ക് നിന്നോടൊപ്പം ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പിറകെ ചെല്ലുന്നുണ്ട്. നികേഷ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധി പോകുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ഉടനെ തന്നെ നികേഷ് കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളെ പോലെ അകത്തേക്ക് കയറി പോവുകയാണ്. ഒരു ഓട്ടോ വിളിച്ച് സുഭാഷ് ഏട്ടനും നിധിയും അതിൽ കയറുന്നുണ്ട്. നിധിയാണെങ്കിൽ ആ വീട്ടിൽ താൻ അവരോടൊപ്പം കഴിഞ്ഞിരുന്ന ഓരോ നിമിഷങ്ങളും ഇങ്ങനെ നിധിയുടെ ഓർമ്മയിലേക്ക് വരികയാണ്. സന്തോഷമുള്ള നിമിഷങ്ങളും ദുഃഖമായിരുന്ന നിമിഷങ്ങളും എല്ലാം നിധി ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നികേഷിനെ ഹരീഷ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ സുധീഷിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അച്ഛൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണ്. അവൾ അവളുടെ ഇഷ്ടത്തിന്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു പോവുമായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, നീ ഒരു ഭർത്താവല്ലടാ, അവളുടെ അടുത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നിങ്ങൾ ഒരുമിച്ചല്ലേ ജീവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ ഒരുത്തനാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് അദ്ദേഹത്തെ അടിക്കാനായി ഓടുന്നുണ്ട് നമ്മുടെ സുധീഷ്. അത് കണ്ട് നികേഷ് ഹരീഷും കൂടി ഓടി വരുന്നുണ്ട്. എന്നിട്ട് സുധീഷിനെ പിടിച്ചു മാറ്റുകയാണ്. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. എടാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം അവസാനിച്ചില്ലേ, ഇനി ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്നോടൊപ്പം ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾ സുഖത്തോടും സന്തോഷത്തോടും കൂടി നമ്മളെല്ലാവരും ഇവിടെ ഒരു ഫാമിലിയായിട്ട് ജീവിക്കും എന്നൊക്കെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തോടെ എല്ലാം തകർന്നില്ലേ. ഇനി അവൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീഷ് കരയുന്നത്. ഇതേ സമയം നിധിയും സുഭാഷും ഹോസ്റ്റലിൽ എത്തുന്നുണ്ട്. അപ്പോഴേക്കും ദിവ്യ ഓടി വരുന്നുണ്ട്. ഉടനെ തന്നെ ദിവ്യയെ നമ്മുടെ സുഭാഷിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നിധി. ഇതിൻ്റെ ഫ്രണ്ടാണ് ദിവ്യ എന്നാണ് പേര്. ഹലോ ചേട്ടാ എന്ന് പറയുന്നു. സുഭാഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെയാണോ നീ താമസിക്കാൻ പോകുന്നത്? അതെ എന്ന് നിധി പറയുന്നുണ്ട്. ഉടനെ തന്നെ സുഭാഷ് പറയുന്നുണ്ട്, നീ ഇവിടെയെല്ലാം കണ്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഓ അല്ല, ഇതിലും സൗകര്യമില്ലാത്ത നമ്മുടെ വീട്ടിൽ നീ താമസിച്ചില്ലേ, പിന്നെ ഇത് നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ അല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ നിധിയൊന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷ് നിധിയും ചെന്ന് ഹോസ്റ്റൽ വാർഡനെ കാണുന്നുണ്ട്. വാർഡൻ സുഭാഷിനോട് പറയുന്നുണ്ട്, 1 മാസത്തെ വാടക ചോദിച്ചതായിരുന്നു, പക്ഷേ പാതി വാടക മാത്രമേ തന്നിട്ടുള്ളൂ, ഇനി പിന്നെ തരാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് നിധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ മോളെ ഇവർ പറയുന്നത്? അതെ സുഭാഷ് ഏട്ടാ, 1 മാസത്തെ വാടക മുന്നേ കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാൻ 3500 രൂപയാണ് കൊടുത്തത്, ബാക്കി പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിധി പറയുകയാണ്. ഉടനെ തന്നെ സുഭാഷ് പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വെച്ച് സുഭാഷ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുക്കുന്നുണ്ട്. ഉടനെ തന്നെ നിധി പറയുന്നുണ്ട്, ഏയ് വേണ്ട ചേട്ടാ വേണ്ട, ഞാൻ കൊടുത്തോളാം, അത് ഞാൻ പിന്നീട് കൊടുത്തോളാം എന്ന് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മോളെ നിധി, ഞാൻ നിനക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വാർഡൻ്റെ അടുത്ത് ബാക്കി 3500 രൂപ സുഭാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാർഡൻ ആ കാശ് വാങ്ങിച്ച് വെച്ചതിന് ശേഷം ആധാർ കാർഡും നമ്മുടെ സുഭാഷിൻ്റെ അഡ്രസ്സും ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൊടുത്തതിന് ശേഷം നിധി സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കുക, ഞാൻ എൻ്റെ ബാഗെല്ലാം റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നിധി വരുന്നത് വരെ സുഭാഷ് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. നിധി തങ്ങളുടെ വീട്ടിൽ വന്നതും അതിനുശേഷം തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളും എല്ലാം സുഭാഷ് ഓർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ഓർക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അതിടയ്ക്ക് തുടയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പെട്ടെന്ന് നിധി കാണാതെ തൻ്റെ കണ്ണുനീരൊക്കെ തുടയ്ക്കുകയാണ്. എന്നാൽ സുഭാഷ് കരയുന്നത് നിധി കാണുന്നുണ്ട്. എന്താ ചേട്ടാ, കരയാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിധി അപ്പോഴേക്കും പൊട്ടി കരയാണ്. അവൾക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. എന്നാൽ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അത് നിൻ്റെ വീട് തന്നെയാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാം, നീ ഇവിടെ തനിച്ചാണെന്നുള്ള ഒരു ചിന്ത നിനക്ക് ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഞങ്ങളെല്ലാവരും നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധിയെ ധൈര്യപ്പെടുത്തുകയാണ് സുഭാഷ്.
മോളെ നീ സങ്കടപ്പെടരുത്, കരയരുത്. നിനക്ക് സ്വന്തം ചേട്ടനായിട്ട് ഞാനുണ്ട്, അനിയന്മാരുണ്ട്, നമുക്കൊരു വീടുണ്ട്. നീ എപ്പോഴും അതൊക്കെ ചിന്തിക്കണം. നിനക്ക് എന്ത് വിഷമം വന്നാലും നിനക്ക് ഏത് നിമിഷവും അങ്ങോട്ടേക്ക് വരാം. എന്തായാലും ഇവിടെ നിന്നെ ഈ ഹോസ്റ്റലിൽ തനിച്ചാക്കി പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എനിക്ക് അതിന് മനസ്സ് വരുന്നില്ല. മോള് നന്നായി ഭക്ഷണം കഴിക്കണം. പിന്നെ ഓഫീസിലേക്കും വരുന്നതും പോകുന്നതും ഒക്കെ ഓട്ടോയിൽ മാത്രം മതി, ബസ്സിൽ കയറി ബുദ്ധിമുട്ടണ്ട. എന്നിട്ട് എങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സുഭാഷ് തൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് നിധിക്ക് കൊടുക്കുകയാണ്. പക്ഷേ നിധി പറയുന്നുണ്ട്, വേണ്ട വേണ്ട ചേട്ടാ, എനിക്കിതൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുന്നത്, ഞാൻ നിൻ്റെ ചേട്ടനല്ലേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ടേ ഞാൻ, പിന്നെ ഈ ക്യാഷ് നിനക്ക് ചിലവിനായിട്ട് ഉപകരിക്കും, ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് നിധിയുടെ കയ്യിൽ ആ ക്യാഷ് വെച്ച് കൊടുക്കുകയാണ്. നിധിക്ക് സങ്കടം വന്ന് നിധി കരയുന്നുണ്ട്. ശരി മോളെ, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ സുഭാഷ് അവിടെ നിന്നും യാത്ര പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പെട്ടെന്ന് വീണ്ടും നിധിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാണ്, തെറ്റായിട്ട് ധരിക്കരുത്. പിന്നെ സുധീഷ് അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല, അവൻ നല്ലവനാണ്. പിന്നെ അന്ന് എന്തോ ഒരു ബുദ്ധിമോശം കൊണ്ട് അവനക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. പറ്റുമെങ്കിൽ നീ അവനോട് പുറത്തു കൊടുക്കണം, അവനോട് ക്ഷമിക്കണം. നീ അവനക്ക് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നോ ഒരു കാര്യം മറ്റുള്ളവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നോ അവനക്ക് അറിയില്ല. പിന്നെ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ല. അവനെ വളർത്തിയത് ഞാനല്ലേ. എനിക്കും അത്ര പ്രായമൊന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അതവർ പഠിക്കുകയും ചെയ്തു. എന്തായാലും അവൻ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റ് തന്നെയാണ്. എങ്കിലും അവനോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷ് അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിൽ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല. ഓട്ടോയുടെ സൗണ്ട് കേട്ടതും സുധീഷും നികേഷും ഓടി വരുവാണ്, സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട്. അവർ വണ്ടിയിൽ ഓട്ടോയുടെ അകത്തേക്കാണ് നോക്കുന്നത്. നിധി എങ്ങാനും ഓട്ടോയിൽ തിരിച്ചു വന്നിട്ടുണ്ടോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സുഭാഷ് അങ്ങ് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. പെട്ടെന്ന് സുധീഷും നികേഷും കൂടി അങ്ങനെ ചേട്ടൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടാ, എവിടെ നിധി? നിധിയെ ഞാൻ ഹോസ്റ്റലിലാക്കിയിട്ട് പോന്നു. അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നീ എന്താണ് അവളെപ്പറ്റി വിചാരിച്ചത്? അവൾ കുട്ടിക്കളി കളിക്കുകയാണെന്നോ? അല്ല, അവൾ കാര്യത്തിൽ തന്നെയാണ് ഇവിടെ നിന്നും പോവുകയാണെന്ന് പറഞ്ഞത്. ഉടനെ തന്നെ സുധീഷ് പറയുന്നുണ്ട്, ചേട്ടൻക്ക് അവളെ വിലക്കാമായിരുന്നില്ലേ, അവളെ തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്താടാ ഞാൻ അവളോട് പറയേണ്ടത്? ആ പെൺകുട്ടി ഓഫീസിൽ നിന്നും വന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇക്കാര്യമെല്ലാം എന്നോട് പറഞ്ഞത്. അവളെ എനിക്ക് തരുന്ന മര്യാദയാണത്. അവൾക്ക് എന്നോട് ബഹുമാനമുള്ളത് കൊണ്ടല്ലേ ഞാനിരിക്കുന്ന സ്ഥലത്ത് വന്ന് അവൾ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞത്. അല്ലെങ്കിൽ അവൾക്ക് ഓഫീസിൽ നിന്നും തന്നെ നേരിട്ട് ആ ഹോസ്റ്റലിലേക്ക് പോകാമായിരുന്നില്ലേ? അതവൾ ചെയ്തില്ല. അത് അവൾ എനിക്ക് തരുന്ന ബഹുമാനമാണ്. പിന്നെ ആ കുട്ടി ഇവിടെ താമസിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആവശ്യമായിരുന്നു, അല്ലാതെ ആ കുട്ടിയുടെ ആവശ്യമായിരുന്നില്ല. അപ്പോൾ ചേട്ടാ, നിധി ശരിക്കും ഹോസ്റ്റലിലേക്ക് താമസം മാറിയല്ലേ എന്ന് ചോദിക്കുകയാണ് സുധീഷ്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, അതേടാ, അവൾ ഇവിടെ നിന്നും പോയി, നീ അത് മനസ്സിലാക്ക്, തിരിച്ചറി എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് നേരെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. സുധീഷിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. പെട്ടെന്ന് സുഭാഷിൻ്റെ പിറകെ ചെല്ലുകയാണ്. സുധീഷിനെ കണ്ടത് സുഭാഷ് പറയുന്നുണ്ട്, എടാ, ഞാൻ നിധിയെ എൻ്റെ സ്വന്തം അനിയത്തിയായും അവൾ എന്നെ ചേട്ടനായിട്ടുമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ളവരെല്ലാവരും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ 5 പുരുഷന്മാരുണ്ടായിട്ടും ആ പെൺകുട്ടി നമ്മളോടുള്ള വിശ്വാസം കൊണ്ടല്ലേടാ ഇത്രയും നാൾ ഇവിടെ താമസിച്ചത്. ഈ നാട്ടിലുള്ളവരെല്ലാം നമ്മുടെ വീടിനെ പറ്റിയും നമ്മളെപ്പറ്റിയുമൊക്കെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. എന്നിട്ടും ആ കുട്ടി ഇവിടെ താമസിച്ചില്ലേ? ഒരു തെരുവ് നായ പോലും നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിധി നമ്മളോട് വിശ്വാസം കൊണ്ടല്ലേ ഇവിടെ താമസിച്ചത്. അവളിവിടെ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഈ നാട്ടുകാർക്കൊക്കെ നമ്മളോടുള്ള ചിന്താഗതി മാറി തുടങ്ങി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. എന്തായാലും ആ വിശ്വാസത്തിലല്ലടാ നീ മണ്ണ് വാരിയിട്ടത്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവളോട് അതെങ്ങനെ പറയണമെന്നറിയില്ല. അവളോട് നിന്നും എനിക്ക് വിട്ടു നിൽക്കാനും കഴിയുന്നില്ല.
എനിക്ക് നിന്നെ മനസ്സിലാവും, പക്ഷേ ആ കുട്ടിക്ക് നിന്നെ മനസ്സിലാവുന്നത് വരെ നീ കാത്തിരിക്കണമായിരുന്നു. നിന്റെ ഇഷ്ടവും അവളോട് പതിയെ പതിയെ പറയണമായിരുന്നു. അത് ആ കുട്ടി തിരിച്ചറിയുന്നവരെ നീ കാത്തിരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാം നീ നശിപ്പിച്ചില്ലേ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അപ്പോൾ സുഭാഷ് ഏട്ടാ എല്ലാം അവസാനിച്ചോ? ഇനി അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അറിയില്ലടാ, അവൾ വരുമോ വരില്ലേ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. ആർക്കും ഉറക്കം വരുന്നില്ല. നിധിയും എണീറ്റിരിക്കുകയാണ്. അവളുടെ മനസ്സിലും വളരെ വിഷമമുണ്ട്. എന്നാൽ സുധീഷ് മുറ്റത്ത് ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. ഇതിനിടയിൽ നികേഷ് സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ അപ്പോൾ എടുത്ത് ഇനി വരില്ല അല്ലേ? അത് ഉറപ്പായി അല്ലേ? ഇനി ഒരിക്കലും അവരിങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എടാ മോനെ നീ ഉറങ്ങാനായിട്ട് ശ്രമിക്ക്. ഇത് തന്നെ ആലോചിച്ചിട്ട് കിടക്കുവാണോ? ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല ചേട്ടാ. ഞാൻ ഉറങ്ങാനായി കുറേ നേരമായി ശ്രമിക്കുന്നു, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. ചേട്ടത്തിയില്ലാതെ എനിക്ക് ഈ വീട്ടിൽ ഇരിക്കാനേ പറ്റുന്നില്ല ചേട്ടാ. അവരില്ലാതെ എനിക്ക് ദേഷ്യം വരികയാണ് ഈ വീട്ടിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാം നശിപ്പിച്ച് കളഞ്ഞത് നമ്മുടെ സുധീഷ് ഏട്ടനല്ലേ? ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, നികേഷേ നീ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പിന്നെ സുധീഷും നിധിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അതിന് ചേർത്തിക്ക് നമ്മുടെ സുധീഷ് ഏട്ടനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അത് തന്നെയാണ് അവർ തമ്മിലുള്ള പ്രശ്നം. വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അവർ ഇപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കാൻ പാടില്ല. അവൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അവന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവൻ പശ്ചാത്തപിക്കുന്നുണ്ട്. സോറി പറഞ്ഞതല്ലേ അവൻ. പക്ഷേ നിധി അത് കണക്കിലെടുക്കുന്നില്ല. അവൾ ഇവിടെ നിന്നും പോവുകയും ചെയ്തു. അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. പിന്നെ നീ ഒന്നും ചിന്തിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ നികേഷ്, നീ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. എല്ലാം തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായി. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി നീ പെരുമാറണം. നമ്മൾ ആരെയും ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയൊന്നും നമുക്കൊന്നും നേടാൻ കഴിയില്ല. അത് നീ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് സുഭാഷ്. സുധീഷാണെങ്കിൽ നിധിയുമായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങളിങ്ങനെ ഓർത്ത് പുറത്തിരുന്ന് കരയുന്നുണ്ട്. ഇതേ ഒരവസ്ഥയിൽ തന്നെയാണ് നിധിയുമുള്ളത്. നിധി സുഭാഷുമായിട്ടുള്ള നല്ല കോമഡി മുഹൂർത്തങ്ങളും അവൾ കളിയാക്കുന്നതും തിരിച്ച് അവൻ ഇങ്ങോട്ട് ഓരോ കോമഡി പറയുന്നതും എല്ലാം ഇങ്ങനെ ഓർത്ത് അവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അങ്ങനെ അവൾ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. എപ്പോഴും അവൾ ഉറങ്ങി പോകുന്നുണ്ട്.